എല്ലാവരും എന്തും അനുഗ്രഹിക്കട്ടെ. ഒരാത്മാവിൻ്റെ വില എന്ന് പറയുന്നത് മുഴു ലോകത്തേക്കാൾ വലുതാണെന്നാണ് സർവശക്തനായ ദൈവം പറഞ്ഞിരുന്നത്. എങ്കിൽ നമ്മൾ പലരെയും നിസ്സാരമായി അവന് ഇങ്ങനെയുള്ളവനാണ്, അല്ലെങ്കിൽ അവൻ്റെ ജോലി ഇങ്ങനെയാണ്, ആ പുള്ളിക്കാരൻ ഇങ്ങനെയാണ് എന്നൊക്കെ നമ്മൾ തരം താഴ്ന്ന രീതിയിലുള്ള സംസാര രീതിയിൽ നമ്മൾ സംസാരിക്കാം. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ കർത്താവ് അവർക്കൊരു വിലയിട്ടിട്ടുണ്ട്. ആമേൻ, ഹല്ലേലൂയ. ഈ മുഴു ലോകത്തേക്കാൾ വലുതാണ് ഒരു വ്യക്തിയുടെ ആത്മാവെന്ന് പറയുന്നത്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ വരുമ്പോഴത്തേക്ക് ആമേൻ, മറ്റുള്ളവരെ ആമേൻ നമ്മളെക്കാൾ ശ്രേഷ്ഠരെന്ന് എണ്ണുവാൻ കഴിയും, നമ്മളെക്കാൾ വിലമതിപ്പുള്ളവരെന്ന് എണ്ണുവാൻ കഴിയും. ഒരുപക്ഷെ നമ്മൾ ഹല്ലേലൂയ മറ്റുള്ളവരെ തള്ളിക്കളയുമ്പോൾ, മറ്റുള്ളവരെ മൈൻഡ് ചെയ്യാതെ പോകുമ്പോൾ ആമേൻ, ഹല്ലേലൂയ ഈ ആത്മാവിൻ്റെ വില നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നുണ്ട്. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആ ഒരു തിരിച്ചറിവ്, ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ ആമേൻ, ആത്മാക്കൾക്ക് വേണ്ടിയുള്ളൊരു ദാഹം നമ്മുടെ ഉള്ളിലുണ്ടാകും. ഹല്ലേലൂയ. എത്രയോ പേരാണ് നശിച്ചു പോകുന്നത്, എത്രയോ പേരാണ് ഈ സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നത്, എത്രയോ പേരാണ് ആരുമില്ലാതെ ആമേൻ, ഹല്ലേലൂയ ആത്മഹത്യയുടെ വക്കിലേക്കൊക്കെ കടന്നു പോകുന്നത്. അവരെയൊക്കെ രക്ഷിച്ചു കൊണ്ടുവരുവാനാണ് കർത്താവ് നിങ്ങളെയും എന്നെയും ആക്കി വെച്ചിരിക്കുന്നത്. ഒരുപക്ഷെ ഒരു സ്പർശനത്തിലൂടെ അവർ ആമേൻ മടങ്ങി വന്നേക്കാം, ഒരുപക്ഷെ ഒരു വാക്കിലൂടെ അവർ മടങ്ങി വന്നേക്കാം, ഒരുപക്ഷെ ആമേൻ, ഹല്ലേലൂയ ഒരു ഹെൽപ്പിലൂടെ ആമേൻ, ഹല്ലേലൂയ അവർ മടങ്ങി വന്നേക്കാം. ആത്മാവിൻ്റെ വില എന്ന് പറയുന്നത് ഭയങ്കരമാണ്. വചനത്തിൽ ആമേൻ, ആത്മാവിൻ്റെ വിലയെക്കുറിച്ച് പറയുന്നു. ഒരാത്മാവ് നഷ്ടപ്പെട്ടു പോകരുത് എന്നാണ് ദൈവത്തിൻ്റെ ആഗ്രഹം. ദൈവം എല്ലാവരും സ്നേഹിക്കുന്നു. നമുക്ക് നമ്മുടെ മുന്നിൽ ഓപ്ഷനുകൾ ഒരുപാടുണ്ട്. നിനക്ക് ഇഷ്ടമുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കാം. പാപം വേണമെങ്കിൽ പാപം തിരഞ്ഞെടുക്കാം, നന്മ വേണമെങ്കിൽ നന്മയും തിരഞ്ഞെടുക്കാം. ഹല്ലേലൂയ. ദൈവം ആരെയും വിലക്കത്തില്ല, ദൈവം ആരോടും പറയത്തില്ല. ആമേൻ, ഹല്ലേലൂയ. ദൈവം പറയും ആമേൻ, ഹല്ലേലൂയ നിങ്ങൾ പാപത്തിൽ നിന്ന് വിട്ടു നിൽക്കണം. ആമേൻ. ദൈവം ആരുടെയും കൈക്ക് കയറി പിടിക്കത്തില്ല. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ദൈവത്തിൻ്റെ കുഞ്ഞെ, ഈ ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം, ഈ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടാകണം. ആമേൻ, ഹല്ലേലൂയ. എന്നേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് എൻ്റെ കൂട്ടുകാരൻ, എന്നേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് എൻ്റെ ശുശ്രൂഷകൻ, എന്നേക്കാൾ ശ്രേഷ്ഠമേറിയവരാണ് എൻ്റെ ഈ സമൂഹത്തിലുള്ളവർ, എന്നേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് എൻ്റെ ഭാര്യ, എന്നേക്കാൾ ശ്രേഷ്ഠമേറിയതാണ് എൻ്റെ കുഞ്ഞുങ്ങൾ. എത്ര പേർക്ക് ആമേൻ, ഹല്ലേലൂയ പറയാൻ പറ്റും? എന്നേക്കാൾ ശ്രേഷ്ഠമേറിയവരാണ് നിങ്ങൾ, എന്നേക്കാൾ ശ്രേഷ്ഠമേറിയവരാണ് നിങ്ങൾ. എന്നെ കേൾക്കുന്ന ദൈവത്തിൻ്റെ മക്കളെ, ആ ഒരു തിരിച്ചറിവും ആ ഒരു ബോധ്യവും ഉണ്ടെങ്കിൽ നമുക്ക് പലതും സഹിക്കുവാൻ പറ്റും. ആ ഒരു ബോധ്യം നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ നമുക്ക് പലതും ക്ഷമിക്കുവാൻ പറ്റും. ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ പ്രശ്നങ്ങൾ സോൾവ് ആകും. ആ ഒരു തിരിച്ചറിവ് നമ്മളിൽ വന്നു കഴിഞ്ഞാൽ അനേകായിരങ്ങളെ കരം പിടിച്ച് ഉയർത്തിക്കൊണ്ടുവരുവാൻ പറ്റും. ആ ഒരു തിരിച്ചറിവ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അനേകായിരങ്ങളെ നമുക്ക് സ്നേഹിക്കുവാൻ കഴിയും, അനേകായിരങ്ങളെ നേടുവാൻ കഴിയും. ഹല്ലേലൂയ. ദൈവം പറയുന്നു മറ്റുള്ളവരെ സ്നേഹിക്കുക. കർത്താവ് പറഞ്ഞൊരു കാര്യം, നിന്നേക്കാൾ മറ്റുള്ളവരെ സ്നേഹിക്കുക, നിന്നെപ്പോലെ തന്നെ നിന്റെ കൂട്ടുകാരനെ സ്നേഹിക്കുക. അവൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാത്മാവ് ഈ മുഴു ലോകത്തേക്കാൾ വലുതാണ്. എൻ്റെ ഉള്ളിലിരിക്കുന്ന ഒരാത്മാവ് ഈ മുഴു ലോകത്തേക്കാൾ വലുതാണ്. ആത്മാവിന് വേണ്ടി വലുതാണ്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടുകളിൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്. പിശാചിൻ്റെ തന്ത്രങ്ങൾ കുടുങ്ങിപ്പോകുവാൻ അനുവദിക്കരുത്. ആമേൻ, ഹല്ലേലൂയ. നിനക്കൊന്നും പറയാൻ പറ്റില്ലെങ്കിലും നമുക്ക് മുട്ടിമേലിരുന്ന് കരയുവാൻ കഴിയണം. നമുക്കവരെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ പറ്റിയില്ലെങ്കിലും മുട്ടിന്മേലിരുന്ന് കരയുവാൻ നമുക്ക് കഴിയണം. പ്രാർത്ഥന കേൾക്കുന്നൊരു ദൈവമുണ്ട്. പ്രാർത്ഥിച്ചാൽ അത്ഭുതങ്ങൾ നടത്തുന്ന ഒരു ദൈവമുണ്ട്. പ്രാർത്ഥനയുടെ മുന്നിൽ സകല മുഴങ്കാലുകളും മടങ്ങും. ആമേൻ, ഹല്ലേലൂയ. എത്ര പേർക്ക് ഇന്ന് ഈ ദൂത് മനസ്സിലാകുന്നുണ്ട്? ആത്മാവിൻ്റെ വില നിങ്ങൾ മറന്നു കളയരുത് സഹോദരങ്ങൾ, നിങ്ങൾ മറന്നു കളയരുത്. നമ്മുടെ ചുറ്റുവട്ടത്ത്, നമ്മുടെ സമൂഹത്തിൽ ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ ദൈവം ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മളെല്ലാവരെയും ആക്കി നിർത്തിയിരിക്കുന്നത്. അതിനാണ് നമുക്ക് സമ്പത്ത് തന്നത്, അതിനാണ് നമുക്ക് ജോലി തന്നത്, അതിനാണ് നമുക്ക് ആഹാരം തന്നത്, സകലതും തന്ന് ദൈവം നമ്മളെ നിർത്തിയിരിക്കുന്നത്. നിങ്ങളെക്കുറിച്ചൊരു പദ്ധതികൾ, നിങ്ങളിലൂടെ ഒരു സമൂഹം വിടിവിക്കപ്പെടാനുണ്ട്.
നിങ്ങളിലൂടെ ചില അത്ഭുതങ്ങൾ നടക്കാൻ. അല്ലെങ്കിൽ നിങ്ങൾക്കിത് മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അത് എനിക്കും ഇതൊരു പ്രചോദനമായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹല്ലേലൂയ. വലിയ കാര്യങ്ങൾ കർത്താവ് നിങ്ങളിലൂടെ ചെയ്യട്ടെ. ആത്മാവിൻ്റെ വില മറന്നു കളയരുത്. ആത്മാവിൻ്റെ വില ഈ മുഴു ലോകത്തേക്കാൾ വലുതാണ്. നമ്മുടെ സമൂഹത്തിൽ, നമ്മുടെ ചുറ്റുപാടിൽ, നമ്മുടെ അയൽവക്കത്ത് ഒരു വ്യക്തി പോലും നഷ്ടപ്പെട്ടു പോകുവാൻ അനുവദിക്കരുത്.